സുഹൃത്തുക്കളെ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഈ ഒരു വീഡിയോ ആയിട്ട് വരാനുണ്ട് പ്രധാന കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം നമ്മുടെ വേടനെ ചുറ്റിപ്പറ്റിയുള്ള ഒരുപാട് വിഷയങ്ങൾ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം കണ്ടിന്യൂസ്ലി ചർച്ച ചെയ്തു. എനിക്ക് തോന്നുന്നു മറ്റൊരു ചാനൽ പോലും ഇതേപോലെ ഒരു കണ്ടിന്യൂസ്ലി ഒരു ചർച്ച ചെയ്യുന്നതായിട്ട് ഞാനെങ്ങും കണ്ടിട്ടില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും പലരും കമൻറ്റ് ഇടുന്നുണ്ട് ഇതുപോലെ റീച്ചിന് വേണ്ടി ചെയ്യുന്നതാണ്, അല്ലെങ്കിൽ വേടനെ മാത്രം പിടിച്ചിട്ട് കണ്ടന്റ് ഉള്ള ചില ആളുകളൊക്കെ എൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് കണ്ടന്റിന് ക്ഷാമമാണ് എന്നുള്ളതൊക്കെ. അവരോടൊക്കെ എനിക്ക് പറയാനുള്ളൊരു മറുപടി ഞാൻ പലപ്പോഴും പല വീഡിയോകളിലും ഞാൻ പറയുന്നുണ്ട്. എന്നിരുന്നാൽ കൂടി ഒരിക്കൽ കൂടി ഞാൻ പറയാം. അപ്പോൾ അതിനുള്ള മറുപടി എന്ന് പറഞ്ഞാൽ ആരെങ്കിലുമൊക്കെ വേണ്ടടേ സംസാരിക്കാൻ, അതുകൊണ്ടാണ് ഞാൻ ഈ സംസാരിക്കുന്നത്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഈ വേടൻ്റെ വിഷയങ്ങൾ എന്തുകൊണ്ടാണ് ഈ രീതിയിലേക്ക് കത്തിക്കയറി പോകുന്നതെന്നും മറ്റുള്ളവർ ഇതൊക്കെ ചെയ്യുമ്പോൾ എന്തുകൊണ്ട് അതിനത്രയും വലിയ പ്രാധാന്യം കൊടുക്കുന്നില്ല, അല്ലെങ്കിൽ അതിനെ വലിയ രീതിയിൽ കാണാത്ത പോലീസുകാരുടെ അന്വേഷണങ്ങൾ എന്തുകൊണ്ടാണ് അങ്ങനെ പോകുന്നതെന്നൊക്കെ നമുക്ക് ഊഹിക്കാം. അപ്പോൾ വേടൻ എന്ന് പറയുന്ന വ്യക്തി ഒരു ദളിതനായതുകൊണ്ടോ വേടൻ്റെ ആ ഒരു ബാക്ക്ഗ്രൗണ്ട്, അയാളുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്ന ഒരു ദളിത് വിഭാഗത്തിൽ നിന്ന് വന്നതുകൊണ്ടോ പിന്നോക്ക സമുദായത്തിൽ നിന്ന് വന്നതുകൊണ്ടോ ഒക്കെ ആയിരിക്കാം വേടനെ ഈ രീതിയിലേക്ക് വേട്ടയാടാനായിട്ടൊരു കാരണമായെന്ന് നമുക്ക് വേണേൽ അനുമാനിക്കാം. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ വേടൻ്റെ വിഷയങ്ങൾ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ സുപ്രീം കോടതിയുടെ വിധി കണ്ടാണല്ലേ. സുപ്രീം കോടതിയുടെ വിധിയിൽ പറയുന്നത് എന്താണ്? അതായത് പരസ്പര സമ്മതത്തോടു കൂടിയുള്ള ബന്ധത്തിൽ, അതായത് ലൈംഗിക ബന്ധം പരസ്പര സമ്മതത്തോടു കൂടിയാണ് ആണും പെണ്ണും ചെയ്യുന്നതെങ്കിൽ അതൊരിക്കലും ഒരു ബലാത്സംഗം എന്നുള്ള രീതിയിലേക്ക് നമുക്ക് കണക്ക് കൂട്ടാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ അതിനെ അങ്ങനെ കണക്കിലെടുക്കാൻ പറ്റില്ല. എന്തുകൊണ്ടാണ്? അത് രണ്ടുപേരുടെ സമ്മതത്തോടുകൂടി ചെയ്യുന്ന ഒരു കാര്യമാണല്ലേ. അത് തന്നെയാണ് നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ വേടൻ്റെ കാര്യങ്ങളിൽ കണ്ടതും. അതായത് 5 വർഷങ്ങൾക്ക് മുൻപ് ഡോക്ടർ എന്ന് പറയപ്പെടുന്ന ആ സ്ത്രീയും വേടനും തമ്മിൽ പരസ്പരമായിട്ടുള്ള ബന്ധത്തിലുണ്ടായിരുന്നു. ആ ബന്ധങ്ങൾ 5 വർഷത്തോളം കണ്ടിന്യൂ ചെയ്തിരുന്നു. പിന്നീട് അതിനുശേഷം 3 വർഷത്തോളം കണ്ടിന്യൂ ചെയ്തിരുന്നു. പിന്നീട് അതിനുശേഷം ആ വേടൻ ആ സ്ത്രീയെ ഉപേക്ഷിച്ചു എന്നാണ് ആ സ്ത്രീയുടെ ഒരു പരാമർശം. അത് വേടൻ ഉപേക്ഷിച്ചില്ലെങ്കിൽ ആ സ്ത്രീക്ക് ഇപ്പോഴും ഒരു കുഴപ്പമില്ല, എന്ത് വേണമെങ്കിലും ചെയ്യാനായിട്ട് തയ്യാറായിരുന്നു എന്നുള്ളത് നമുക്ക് അതിനകത്ത് നിന്ന് മനസ്സിലാവും. അപ്പോൾ അങ്ങനെ 5 വർഷങ്ങൾക്ക് ശേഷം ആ സ്ത്രീ തന്നൊരു പരാതിയാണ് ഈ പറയുന്ന വേടൻ തന്നെ ലൈംഗികമായി പീഡിപ്പിച്ചു, ബ്ലീഡിങ് വരാത്ത ഒരു ദിവസം പോലും ഉണ്ടായിരുന്നില്ല, അങ്ങനത്തെ രീതിയിലാണ് വേടൻ ഉപയോഗിച്ചത്. വേടൻ സ്വന്തം അമ്മയെപ്പറ്റി അങ്ങനെയൊക്കെ പറയുമായിരുന്നു, വേടൻ്റെ പെങ്ങളെപ്പറ്റി വേടൻ പറയുമായിരുന്നു, ഇങ്ങനെ പല ആളുകളെപ്പറ്റിയും വേടൻ ഇങ്ങനെ സംസാരിക്കുമായിരുന്നു എന്നൊക്കെയുള്ള രീതിയിൽ പറഞ്ഞ് വേടനെ ഒരുമാതിരി ഒരു മറ്റേ രീതിയിലേക്ക് ആക്കുന്ന രീതിയിലേക്ക് ഈ സ്ത്രീയുടെ ഒരു പരാമർശങ്ങൾ പോയി. അപ്പോൾ ആ സ്ത്രീയുടെ സംസാരം കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഒരു 20 വയസ്സുള്ള അല്ലെങ്കിൽ 25 വയസ്സിന് താഴെയുള്ള ഒരു പക്വതയുള്ളൊരു പെൺകുട്ടി അല്ല എന്ന് നമുക്ക് മനസ്സിലായി. ഏതോ ഒരു അമ്മച്ചിയൊക്കെ പിടിച്ചുകൊണ്ട് വന്നിരുത്തിയിട്ട് ഒരു ഇൻ്റർവ്യൂ എടുത്തിരിക്കുന്ന മാധ്യമ സിൻഡിക്കേറ്റിൻ്റെ നിലവാരം, അല്ലെങ്കിൽ അവരുടെ ഒരു സംസ്കാരം, അല്ലെങ്കിൽ അവരുടെ ഒരു ചേതോവികാരം എന്താണെന്നുള്ളതും എത്രത്തോളം ഉണ്ടെന്നുള്ളതും ഒക്കെ നമുക്ക് മനസ്സിലാവും. ഞാനൊരു സ്ത്രീയെയും ഞാൻ അവഹേളിക്കുന്നതല്ല, പക്ഷേ ഒരു സ്ത്രീക്ക് തനിക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ അതെങ്ങനെ പ്രതികരിക്കണമെന്ന് ഇന്നത്തെ സമൂഹത്തിൽപ്പെട്ട ആളുകൾക്കറിയാം. ഇന്നലകളിലാണെങ്കിൽ പലരും ഇതൊക്കെ പേടിച്ചിട്ട് തൻ്റെ മാനം പോലൊന്ന് പേടിച്ച് മിണ്ടാതിരിക്കുമായിരുന്നു. പക്ഷേ ഇന്നത്തെ കാലത്തോ എന്തെങ്കിലും സംഭവിച്ചാൽ അപ്പോൾ സോഷ്യൽ മീഡിയ എടുക്കുക, അവരപ്പോൾ തന്നെ പ്രതികരിക്കുകയും ചെയ്യും, ലൈവ് വീഡിയോ ആണെങ്കിലും ചെയ്യും. പക്ഷേ ഈ ഡോക്ടറിൻ്റെ വിഷയത്തിൽ ഡോക്ടറിൻ്റെ തലമുടിയും ഡോക്ടറിൻ്റെ പുറവും മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ. ഒരു ഫേസ് കാണിക്കാനോ അല്ലെങ്കിൽ ഡോക്ടർ എന്നുള്ളൊരു പേര് ഐഡൻറ്റിറ്റി റിവീൽ ചെയ്യാനോ ആ പേരെന്താണെന്ന് പറയാനോ ഒന്നുമുള്ള ധൈര്യം ഈ ഡോക്ടറിനില്ല. എന്തുകൊണ്ടാണ്? ഒരു പരാമർശം നടത്തുമ്പോൾ ആ പരാമർശം എന്തിൻ്റെ പേര് നടത്തുന്നു, ആ പരാമർശം നടത്തുമ്പോൾ ആൾ ആരാണെന്നെങ്കിലും ആരെങ്കിലും അറിയണ്ടേ? അങ്ങനെയല്ലെങ്കിൽ പിന്നെ ഈ ഡോക്ടർ പറയുന്നതിന് എന്ത് വാല്യൂ ആണുള്ളത്? വെള്ളത്തിൽ വരച്ചൊരു വര പോലെയോ അല്ലെങ്കിൽ ഐസ് കട്ടയിൽ ഒരു പെയിൻ്റ് അടിച്ചതുപോലെ ആയിപ്പോലെ ഡോക്ടറിൻ്റെ പരാമർശം എന്ന് പറയുന്നത്. ഡോക്ടറിൻ്റെ ആരാണ്, ഡോക്ടറിൻ്റെ ഒരു ഐഡൻറ്റിറ്റിയും ഒന്നും ആരും അറിയുന്നില്ല. അതൊരു ഇരയുടെ പ്രൈവസിയാണെന്ന് പറഞ്ഞുകൊണ്ട് വേണമെങ്കിൽ തള്ളിക്കളയാം. അങ്ങനെ തള്ളിക്കളയുന്ന ഇവരെയൊക്കെ അംഗീകരിക്കുന്ന വേടൻ എന്ന് പറയുന്ന വ്യക്തിയെ കുറ്റവാളിയാക്കി കാണണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ആ രീതിയിലൊരു കാരണം കണ്ടെത്താം. പക്ഷേ കേരളത്തിലെ സാമാന്യ ബോധമുള്ള ആളുകൾ എന്തായാലും ഇത് ചിന്തിക്കുന്നുണ്ടാവും. എന്തുകൊണ്ട് ഡോക്ടറിൻ്റെ ഒരു ഫോട്ടോ പോലും പുറത്തു വരുന്നില്ല, അല്ലെങ്കിൽ ഡോക്ടർ ആരാണെന്നുള്ളൊരു രീതിയിലേക്ക് റിവീൽ ചെയ്യുന്നില്ല എന്നുള്ളൊരു കാര്യം എല്ലാവർക്കും മനസ്സിലാവും, അവരെല്ലാം ചിന്തിക്കുന്നുണ്ട്, പലരും ചോദിക്കുന്നുമുണ്ട്. അപ്പോൾ ഒരു പരാമർശം നടത്തുമ്പോൾ ആർക്കാണ് ഇവിടെ ബാധിച്ചിരിക്കുന്നത്? അത് ശരിക്കും ബാധിച്ചിരിക്കുന്ന വേടനെ മാത്രമാണ്. നമുക്ക് പലപ്പോഴും അറിയാം, ഒരു സ്ത്രീ വന്നിട്ട് പരാമർശം നടത്തി കഴിഞ്ഞാൽ അത് ശരിയോ തെറ്റോ എന്തുമായിക്കോട്ടെ, അതിനു മുൻപ് തന്നെ പുരുഷനെ കുറ്റക്കാരനാക്കിക്കൊണ്ടും പുരുഷനായിരുന്നു തെറ്റുകാരനെന്നുള്ള രീതിയിലേക്കും കേസും അതേപോലെ തന്നെ മാധ്യമങ്ങളും എല്ലാം എടുത്തിട്ട് ചർച്ച ചെയ്യും. അപ്പോൾ അങ്ങനെ ചർച്ച ചെയ്യുമ്പോൾ ഒരു ആരോപണം വരുമ്പോൾ തന്നെ ഈ പുരുഷൻ്റെ ഫോട്ടോ എല്ലായിടത്തും സ്പ്രെഡാവും. ഇപ്പോൾ വേടൻ്റെ ഫോട്ടോ തന്നെ എല്ലാ പരസ്യങ്ങളല്ല എല്ലാ ന്യൂസിലും വേടൻ്റെ ഫോട്ടോയാണ്. ആ ഫോട്ടോ ഇട്ടിട്ട് വേടനെ അന്വേഷിക്കുന്നു, വേടൻ ഒളിവിലാണ്, വേടനെ ഉടനെ പൊക്കും, വേടൻ അങ്ങനെയാണ്, വേടൻ മറ്റേതാണ്, വേടൻ്റെ അമ്മയെ വേടൻ ഇങ്ങനെ ചെയ്തു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ ഒരു കുറ്റാരോപിതൻ മാത്രമാണ് വേടൻ. അത് നമ്മൾ മനസ്സിലാക്കണം. ഇരയെന്ന് പറയുന്ന പെൺകുട്ടി ഈ കാര്യങ്ങൾ പറയുമ്പോഴും അത് സത്യമാണോ അല്ലയോ എന്ന് മനസ്സിലാക്കാതെ മുഖ്യധാരാ മാധ്യമങ്ങളും അല്ലെങ്കിൽ ഇതേപോലെ തുടക്കക്കാരായിട്ടുള്ള ഇൻ്റർവ്യൂ എടുക്കാനായിട്ട് വരുന്ന യൂട്യൂബ് ചാനലുകളും ഈ വേടൻ്റെ ഫോട്ടോ സഹിതം എടുത്താണ് ഇടുന്നത്. വേടന് വേണമെങ്കിൽ മാനനഷ്ടത്തിന് കേസ് കൊടുക്കാം. പക്ഷേ വേടൻ്റെ അവസ്ഥ ഇപ്പോൾ അതല്ലല്ലോ. വേടൻ എവിടെയോ ഒരു സൈഡിലേക്ക് ഒതുങ്ങിയിരിക്കുകയാണ്. എന്തുകൊണ്ടാണ്? പേടിച്ചിട്ടാണ്. നമ്മുടെ സമൂഹത്തിലുള്ള ആളുകളുടെ ഇരട്ടത്താപ്പും തന്തയില്ലായ്മയും ഒക്കെ പേടിച്ചിട്ട് വേടൻ ഒരു സൈഡിലേക്ക് ഒളിച്ചിരിക്കുകയാണെന്നുള്ളൊരു കാര്യം നമുക്കറിയാം.
ആ വേടൻ ആ മറ നീക്കി പുറത്ത് വരണമെന്നുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിലെ ഈ പറയുന്ന ഇരട്ടത്താപ്പൊന്ന് മാറിയെങ്കിൽ മാത്രമേ വേടൻ പുറത്തേക്ക് വരാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഈ വേടൻ ഒളിവിൽ പോയതിനെ കൊട്ടിഘോഷിച്ചുകൊണ്ട് വേടൻ ഇങ്ങനെയായിരുന്നു അങ്ങനെയായിരുന്നു പറയുന്ന ആളുകളോട് പറയാനുള്ളത്, നിങ്ങൾ എത്രയൊക്കെ പറഞ്ഞാലും ആ വേടനെ അംഗീകരിക്കാനും സപ്പോർട്ട് ചെയ്യാനും നമ്മുടെ നാട്ടിലുള്ള ആളുകൾ ഉള്ളിടത്തോളം കാലം നമ്മുടെ ഈ ചാനൽ ഇവിടെ തന്നെ ഉണ്ടാവും, ഞാനും ഇവിടെ തന്നെ ഉണ്ടാവും. ഇനി ആർക്കൊക്കെ ആവർത്തന വിരസത ഉണ്ടായാലും എനിക്കൊരു കോപ്പുമില്ല. കാരണം ഈ ഒരു വീഡിയോ കാണാനായിട്ട് കാത്തിരിക്കുന്ന എത്രയധികം ആളുകൾ ഉണ്ടാവും അറിയാം. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത്. കാണണ്ടാത്തവർ കാണണ്ട, ഞാൻ ആരെയും നിർബന്ധിക്കുന്നില്ല. വേണമെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്തിട്ട് വേറെ വീഡിയോയിലേക്ക് പോകാം. ഞാൻ ഈ വേടനെ മാത്രം ഈ ബിസിനസ്സായിട്ട് ഏറ്റെടുത്തിരിക്കുന്നു, അല്ലെങ്കിൽ വേടന് വേണ്ടി മാത്രം സംസാരിക്കുന്ന ഒരു ചിന്താഗതി ഉള്ളവർക്ക് വേണമെങ്കിൽ വേറെ വീഡിയോ കാണാം. ഞാൻ ആരെയും നിർബന്ധിക്കുന്നില്ല. പക്ഷേ വേടൻ എന്ന് പറയുന്ന വ്യക്തിയെ ആരാധിക്കുന്ന, വേടനെ സ്വന്തം മകനെ പോലെ കാണുന്ന, വേടനെ സ്വന്തം ജ്യേഷ്ഠനെ പോലെ കാണുന്ന, സഹോദരനെ പോലെ കാണുന്ന ഒരുപാട് ആളുകൾ എൻ്റെ ഈ വീഡിയോ കാണുന്നുണ്ട്. ഞാൻ ആ ഒരു വീഡിയോ അല്ലെങ്കിൽ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ചെയ്തിരിക്കുന്നത്. നിങ്ങളിൽ ഓരോരുത്തരും ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ചോദ്യങ്ങൾ തന്നെയാണ് ഞാൻ ചോദിക്കുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം വ്യക്തിയെ ഏതൊക്കെ രീതിയിൽ അവഹേളിക്കാമോ അതിൻ്റെ എല്ലാം അങ്ങേയറ്റത്തെ രീതിയിൽ അവഹേളിച്ചിട്ട് പിന്നീട് അയാൾക്ക് വേണ്ടി സംസാരിക്കാൻ ഒരാളെങ്കിലും വേണ്ടേ? അതുകൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത്. അപ്പോൾ എനിക്കൊരു ചോദ്യം ചോദിക്കാനുള്ളത്, വേടൻ ചെയ്ത തെറ്റെന്താണ് ശരിക്കും? അതൊന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? തെറ്റിനെ പറ്റി പറയാൻ ആർക്കും ഒരു കാര്യമില്ല. അവർക്കെല്ലാം പറയാനുള്ളത്, പണ്ട് മീറ്റു ആരോപണത്തിൽ വേടൻ ഇങ്ങനെ ചെയ്തു, പിന്നെ കഞ്ചാവ് കേസിൽ വേടൻ ഇങ്ങനെ ചെയ്തു, പുലിപ്പല്ലി കേസിൽ വേടൻ ഇങ്ങനെ ചെയ്തു, പീഡനത്തിൽ വേടൻ എന്താ ചെയ്തേ? നമ്മുടെ സുപ്രീം കോടതി, ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞു, സുപ്രീം കോടതി തന്നെ പറഞ്ഞു, പരസ്പര സമ്മതത്തോടു കൂടിയുള്ള ലൈംഗിക ബന്ധം അല്ലെങ്കിൽ ശാരീരിക ബന്ധം അതൊരിക്കലും ഒരു ബലാത്സംഗമായിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ വേടൻ ചെയ്ത തെറ്റെന്താണ്? ഈ ഡോക്ടർ എന്ന് പറയുന്ന യുവതി പ്രായപൂർത്തി ആവുന്നതിന് മുൻപ് വേടനൊന്നും ചെയ്തിട്ടില്ലല്ലോ, അല്ലെങ്കിൽ കയ്യും കാലും കെട്ടിയിട്ട് വേടനൊന്നും ചെയ്തിട്ടില്ലല്ലോ. സ്വന്തം ഇഷ്ടത്തോടു കൂടി എല്ലാം വേടന് മുന്നിൽ സമർപ്പിച്ചിട്ട് അല്ലെങ്കിൽ വേടനോടൊപ്പം ജീവിച്ചിട്ട് വേടൻ പിന്നീട് മൈൻഡ് ചെയ്യുന്നില്ല എന്ന് കണ്ടപ്പോൾ അപ്പോൾ മാത്രം ഉണ്ടായൊരു ബോധോദയം അല്ലെങ്കിൽ അപ്പോൾ മാത്രം ഉണ്ടായ ഒരു ചിന്ത, ആ ചിന്തയിൽ കൂടി ഉരുത്തിരിഞ്ഞ് വന്നതാണ് ഈ പീഡനം എന്നുള്ളത്. അപ്പം ഞാൻ ഇന്ന് കണ്ടൊരു വാർത്തയാണ്, ബലാത്സംഗ കേസ് വേടന് വേണ്ടി പരിശോധന ശക്തം, അന്വേഷണം കേരളത്തിന് പുറത്തേക്കും വ്യാപിപ്പിച്ച് പോലീസ്. അപ്പോൾ ഇതിൽ കണ്ടത് ഇങ്ങനെയാണ്. അപ്പോൾ അതിൽ കുറേ പേരുടെ സംഘിക്കുട്ടന്മാരുടെയൊക്കെ മെഴുകലൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും അതവിടെ നിൽക്കട്ടെ. ഇതിൽ വേടന് വേണ്ടി സംസാരിക്കുന്ന അല്ലെങ്കിൽ വേടനെതിരെ സംസാരിക്കുന്ന ആളുകളെയാണ് കൂടുതലും കാണുന്നത്. വേടന് വേണ്ടി സംസാരിക്കുന്ന കുറച്ച് പേരൊക്കെ ഉള്ളൂ. അവരെ ഈ പറയുന്ന രീതിയിലേക്ക് വെള്ളം പൂശിക്കൊണ്ട് അല്ലെങ്കിൽ അവർക്ക് മുകളിലേക്ക് ഒരു വലിയൊരു രീതിയിലുള്ള അക്രമം അഴിച്ചു വിട്ടുകൊണ്ട് പല ആളുകളുടെ സംസാരം ഞാൻ കണ്ടു. അപ്പോൾ വേടൻ്റെ ഒരു പരിപാടി ഈ മാസം 9-ാം തീയതി, എനിക്കൊന്ന് നാളെ ഞാൻ തോന്നുന്നു, ബോൾഗാട്ടിയിൽ ഒരു പരിപാടി അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു പരിപാടിയിൽ നിന്നും വേടൻ ഒഴിവായി. കാരണം എന്താണ്? വേടൻ ഒളിവിൽ പോയതുകൊണ്ട് വേണ്ട ആ പരിപാടി അവർ മാറ്റിവെച്ചു. അതിൽ മുഖ്യ അതിഥിയായിട്ട് വരുന്ന വേടനാണ്. അപ്പോൾ ഇതൊക്കെ ആയിരുന്നില്ല ഇവരുടെ ആവശ്യം? ശരിക്കുമുള്ള ആവശ്യം ഇതൊക്കെ തന്നെയായിരുന്നു അല്ലേ? അതായത് ഈ വേടൻ എന്ന് പറയുന്ന വ്യക്തി ഒരു പരിപാടിക്ക് വരുമ്പോൾ പരിപാടി അവിടെ നടത്താൻ പാടില്ല എന്നുള്ളതിൻ്റെ ഒരു ഉറച്ച തീരുമാനമായിരുന്നു അവരവിടെ ഉണ്ടാക്കിയെടുത്തത്. ആ ഒരു തീരുമാനത്തിൻ്റെ ഫലമായിട്ട് വേടൻ അവിടെ പരിപാടി ചെയ്യില്ല. ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിലും വേടന് പരിപാടി ചെയ്യാൻ സാധിക്കത്തില്ല. വേടന് ജാമ്യം നമ്മുടെ ഹൈക്കോടതി കൊടുക്കുന്നത് വരെയും വേടൻ ഈ പരിപാടി ചെയ്യാനോ വേണ്ടി പറയാൻ നമ്മുടെ കേരളത്തിൽ വന്ന് നിൽക്കാനോ പറ്റാത്തൊരവസ്ഥയാണ്. വന്നു കഴിഞ്ഞാൽ വേടനെ ഏതൊക്കെ രീതിയിൽ ഒതുക്കുമെന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ അങ്ങനെയുള്ളത് കൊണ്ട് വേടൻ മാറി നിൽക്കുന്നതാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യം തന്നെയാണ്. അപ്പോൾ ഇതിൽ ഞാൻ ആദ്യം തന്നെ ചോദിച്ചു, വേടൻ ചെയ്ത തെറ്റെന്താണെന്ന്. വേടൻ ചെയ്ത തെറ്റെന്താണെന്ന് പറയാൻ ആർക്കും ഒരു ഉത്തരവില്ല. പക്ഷേ വേടൻ തെറ്റ് ചെയ്തിട്ടുണ്ട്. എന്താ തെറ്റ്? ഒരു തെറ്റുമില്ല, വേടൻ ചെയ്തത് തെറ്റാണ്. അതാണ് ഇവരെല്ലാം പറയുന്നത്. അപ്പോൾ ഇതിനൊരു എന്തായാലും ഒരു അറുതി വരണം. വേടൻ എന്ന് പറയുന്ന വ്യക്തി എന്താണ് ചെയ്തതെന്നുള്ളത് മനസ്സിലാവുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ടല്ലേ. വേടൻ എന്ത് തെറ്റാണ് ചെയ്തതെന്നുള്ളത് വേടൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല, പരസ്പര സമ്മതത്തോടു കൂടിയാണ് ഞാനിതെല്ലാം ചെയ്തത്, അപ്പോഴൊന്നും അവർക്കൊരു പ്രശ്നം ഉണ്ടായിരുന്നില്ല, ഇപ്പോൾ വന്നിട്ട് പണം തട്ടാൻ വേണ്ടി ശ്രമിക്കുന്നതാണെന്ന് വേടൻ തെളിവുകൾ സഹിതം പറയുന്നുണ്ട്. പക്ഷേ ഇതൊക്കെ കേൾക്കാൻ ആർക്കാണല്ലേ സമയം? എന്ത് പ്രശ്നം ഉണ്ടായാലും അവിടുത്തെ മുഖ്യ പ്രശ്നക്കാരൻ പുരുഷന്മാരാണ്. ഈ പുരുഷന്മാർക്കെതിരെയുള്ള ഈ സ്ത്രീകളുടെ ഒരു കടന്നുകയറ്റം അല്ലെങ്കിൽ ഈ സ്ത്രീകൾ പറയുന്ന പരാമർശങ്ങളെല്ലാം അപ്പാടെ ശരിയാണെന്ന് വെക്കുന്ന ഒരു രീതിയാണ് നമ്മുടെ സർക്കാരിൻ്റെയും അതേപോലെ തന്നെ നമ്മുടെ നിയമ സംവിധാന വ്യവസ്ഥയുടെ ഭാഗത്ത് നമ്മൾ പലപ്പോഴേ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വേടൻ ആ തെറ്റ് ചെയ്തോ ഇല്ലയോ എന്നുള്ളതിലല്ല പ്രാധാന്യം, വേടൻ ചെയ്തു എന്ന് വരുത്തി തീർക്കുന്നതിലാണ് പ്രാധാന്യം. ഇത് ആരുടെ ഒരു ഇൻറ്റൻഷനാണ്, ആർക്കാണ് ഈ കാര്യത്തിൽ ഇത്രയും ത്വര എന്നുള്ളൊരു കാര്യം നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. അതിനകത്ത് കൂടുതൽ റോക്കറ്റ് സയൻസിൻ്റെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ ഞാൻ പലപ്പോഴും പറയുന്നത് പോലെ തന്നെ ഈ വേടനെ അടിച്ചമർത്താനോ തകർത്തെറിയാനോ ആണ് നിങ്ങളുടെ ശ്രമമെങ്കിൽ ആ വേടനെ തണലാകാനും ആ വേടനെ ചേർത്ത് പിടിക്കാനുമാണ് ഞങ്ങൾ കേരളത്തിലുള്ള എല്ലാ ജനങ്ങളുടെയും തീരുമാനം. വേടൻ ഈ ഒളിവിൽ പോകുന്നതിന് മുൻപ് തന്നെ പറഞ്ഞിട്ടാണ് പോയത്, ഇത് പരസ്പരം അറിവോടുകൂടി ചെയ്തതാണ്. വേടൻ ഒരിടത്തും തള്ളിക്കളഞ്ഞിട്ടില്ല വേടൻ ചെയ്തിട്ടില്ല എന്നുള്ളത്, അല്ലെങ്കിൽ വേടൻ ചെയ്തില്ല എന്നുള്ളത് വേടൻ എങ്ങും പറഞ്ഞിട്ടില്ല. വേടൻ പറഞ്ഞു പരസ്പര സമ്മതത്തോടുകൂടി ഞാൻ ചെയ്തിട്ടുണ്ട്, പക്ഷേ ഇത് പണം തട്ടാൻ വേണ്ടിയിട്ടുള്ളവരുടെ ഒരു നിഗൂഢ ലക്ഷ്യമാണ്, അല്ലെങ്കിൽ ഇവർ അതിനു വേണ്ടിയിട്ടാണ് തയ്യാറായി മുന്നിലേക്ക് വന്നിരിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ അത് മനസ്സിലാക്കാനായിട്ടുള്ള സാമാന്യ ബോധമില്ലാത്ത ആളുകളാണോ ഈ വേടനെതിരെ സംസാരിക്കുന്നത്? ഇനി അതല്ല, വേടൻ ഇങ്ങനെ തന്നെ ആയിരിക്കണമെന്നുള്ളൊരു ആഗ്രഹത്തിന്മേലാണോ നിങ്ങൾ ഈ ഒരു പരാതിയുമായിട്ട് വന്നിരിക്കുന്നത്? എന്തു തന്നെയാണെങ്കിലും ഈ ഒരു ചാനൽ ഇവിടെ തന്നെ ഉണ്ടാവും, വേടന് വേണ്ടി സംസാരിക്കാനായിട്ട് ഞാനും ഇവിടെ തന്നെ ഉണ്ടാവും. വേടൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തെറ്റാണെന്ന് പറയാനും, വേടൻ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ വേടനെ അംഗീകരിക്കാനും വേടനെ സപ്പോർട്ട് ചെയ്യാനും എല്ലാം നമ്മുടെ ഈ ചാനൽ ഇവിടെ ഉണ്ടാവും. നമ്മുടെ ഈ ചാനലിലുള്ള എല്ലാ ആളുകളും, ഈ വീഡിയോ കാണുന്ന എല്ലാ ആളുകളും ഉണ്ടാവുമെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ വീഡിയോയുടെ അവസാനിക്കുകയാണ്. പലരും കമൻറ്റ് ബോക്സിലൊക്കെ വന്നിട്ട് മെഴുകുന്നുണ്ട്,
ചില ആളുകളുടെ കമൻറ്റുകൾ ഞാൻ മിക്ക കമൻറ്റും കണ്ട് ഞാൻ ലൈക്ക് ചെയ്യാറുണ്ട്, അതേപോലെ തന്നെ റിപ്ലൈയും കൊടുക്കാറുണ്ട്. അപ്പോൾ ചില ആളുകൾ മുൻപ് ഞാൻ പറഞ്ഞിട്ടുള്ള വീഡിയോയിലൊക്കെ വന്നിട്ടുള്ള ചില ആ വ്യക്തികൾ തന്നെയാണ് ഇതിലും കമൻറ്റ് ഇടുന്നത്. അതായത് വേടനെ ഞങ്ങൾ റെപ്രസെൻറ്റേറ്റീവായിട്ട് കണ്ടിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് പലരും പറയുന്നത്. നിങ്ങൾ ആരും കാണണമെന്നില്ല, പക്ഷേ വേടൻ ഒരു റെപ്രസെൻറ്റേറ്റീവ് ആണ് എന്ന് ഞാൻ പറഞ്ഞാൽ അല്ല എന്ന് പറയാൻ എത്ര പേർക്ക് പറ്റും? ഈ വീഡിയോ കാണുന്നതിൽ എന്തായാലും കമൻറ്റ് ബോക്സ് ഉണ്ടല്ലോ, നിങ്ങളെല്ലാവരും ഒന്ന് കമൻറ്റ് ഇട്ടോ. വേടൻ സാധാരണപ്പെട്ട ജനങ്ങളുടെ അല്ലെങ്കിൽ അടിച്ചമർത്തപ്പെട്ട ജനങ്ങളുടെ അല്ലെങ്കിൽ നിശബ്ദരാക്കപ്പെട്ട ജനങ്ങളുടെ ഒരു ശബ്ദമല്ല എന്ന് പറയാൻ എത്ര പേര് പറയും? അതൊന്ന് കമൻറ്റ് ബോക്സ് നമുക്ക് നോക്കാമല്ലോ. അപ്പോൾ അറിയാമല്ലോ ഇത് വേടൻ എന്തായിരുന്നു അല്ലെങ്കിൽ വേടൻ ഇങ്ങനെ ആയിരുന്നു എന്നുള്ളൊരു കാര്യം. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. എന്തായാലും വേടൻ്റെ മുകളിലുള്ള ഈ ഒരു മറയെല്ലാം നീക്കി വേടന് പുറത്തു വരാൻ സാധിക്കട്ടെ. വേടൻ പഴയ പോലെ തന്നെ അടിച്ച് പൊളിച്ച് പരിപാടികൾ ചെയ്ത് പോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്.